പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് കമൻറ്റ് വായനയില്ല. 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടത്. കുറേ നാളുകളായിട്ട് നമുക്ക് കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ ഇടയിൽ ഓരോ വീഡിയോയിൽ എൻ്റെ മുടി പോയ കാര്യമൊക്കെ ഇങ്ങനെ തലയിൽ ഒരു ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ, അപ്പോൾ അതിൻ്റെ കാര്യം പറയും ട്യൂമർ സ്റ്റോറി ഇടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പറയണ്ടേ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ ഇരിക്കണേ. എൻ്റെ അനുഭവം എനിക്ക് എങ്ങനെയാണ് ലക്ഷണങ്ങൾ എങ്ങനെ അത് വന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് നടന്നു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്ക് ആർക്കും എന്നെ ഇങ്ങനൊരു സർജറി കഴിഞ്ഞതാണ് എന്നുള്ളതേ ഓർമ്മയില്ല. ഇടയ്ക്കാണ് ഈ മുടിയൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യം ഓർമ്മ വരാറ്. പിന്നെ അവിടെ ഒരു ഫോട്ടോ ഇട്ടില്ലേ, 2013 ഫോട്ടോയാണത്. 11 കൊല്ലം മുന്നത്തെ പോണ്ടിച്ചേരിയിലേക്ക് പോണ്ടിച്ചേരി അല്ല തെങ്കാശിയിലേക്ക് പോയിട്ട് അപ്പോൾ അതിൽ മുടി മെടഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ മുടി തീരെ കനലിയ ഉള്ളിലാണ്ടായപ്പോഴാണ് മുടി വെട്ടിയിട്ട് നീളം കുറഞ്ഞത്. അങ്ങനെ അപ്പോൾ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 10 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നൊരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ടേഷൻ, അതായത് ബ്രസ്റ്റിൽ കല്ലപ്പും വേദനയും, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ 2014 എന്ന് പറയുമ്പോൾ ജഗ്ഗുന് 4 വയസ്സ്, ജഗ്ഗുന് LKG ചേർത്തിയിട്ടാണ്. അപ്പോൾ അവൻ്റെ 2 വയസ്സിൽ പാലുകൂടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസത്തിലും കുറച്ച് ദിവസം, അതായത് പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള എനിക്ക് കൃത്യമായിട്ടത് ഓർമ്മയില്ല, ആ ഒരു ദിവസങ്ങളിൽ ഇങ്ങനെ വരും, കല്ലപ്പും വേദനയൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അത് പോവും. ഒരാഴ്ചയ്ക്ക് നിൽക്കുള്ളൂ, അത് പോവും. പിന്നെ പിന്നത്തെ മാസം ആ സമയമാകുമ്പോൾ വരും. അപ്പോൾ എന്തോ ഹോർമോൺ പ്രശ്നങ്ങളാണ് എന്നുള്ളത് അറിയാം, എല്ലായ്പ്പോഴും ഇല്ലല്ലോ. അപ്പോൾ ഹോർമോൺ പ്രശ്നങ്ങളായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ വിരലും പൂവലായിട്ട് നിൽക്കണേ. അന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേ ഗൂഗിളിൽ നോക്കി നമ്മളിത് എന്തിട്ടൊക്കെയാ എന്നൊക്കെ മനസ്സിലാക്കിയാനെ. പക്ഷെ അന്ന് പിന്നെ ഇതിനുള്ള നിവൃത്തിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അറിയില്ല. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കാണ്ട് അത് വെച്ചിട്ടിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ ഓരോ മാസം കഴിയുന്തോറും എനിക്കിത് ബുദ്ധിമുട്ട് കൂടി അത് ഇപ്പം നമുക്ക് അമ്മമാർക്ക് ഇത് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് പാലുണ്ടായിട്ട് കുട്ടി കുടിക്കാണ്ടിരിക്കുമ്പോഴത്തെ കഴപ്പും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ഓരോ മാസം കൂടി വരാണിത്, ഭയങ്കര കല്ലപ്പും വേദനയും തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യം ഓരോ മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോഴും അപ്പോൾ ഒരു 2013 തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് വെച്ചിട്ടിരുന്നത്, അതായത് ഡോക്ടറൊന്നും കാണാണ്ട് ഇത് പോയത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ലാഘവത്തിൽ തള്ളിക്കളഞ്ഞിട്ടല്ല. നമ്മളുടെ അവസ്ഥ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദയനീയമായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ കാണാമെന്ന് പറയുമ്പോൾ ഡോക്ടറുടെ പൈസ, പിന്നെ എന്തെങ്കിലും മരുന്നുകൾ എഴുതും, അപ്പോൾ ആ മരുന്നിൻ്റെ പൈസ അതൊക്കെ കൂടിയാകുമ്പോൾ 100-500 രൂപ എന്തായാലും വരും. അപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചിലവ് കഴിഞ്ഞ് പോകുന്നുണ്ട് നമ്മൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തീരെ എനിക്ക് പറ്റാണ്ടായപ്പോൾ മെട്രോ ഹോസ്പിറ്റലിൻ്റെ തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ആ ഡോക്ടർക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരാഴ്ച കൊണ്ട് ആ ഡോക്ടർ ലീവ് ആയിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പോയി. അപ്പോൾ പിന്നെ ഇനി ഡോക്ടറെ അടുത്തേക്ക് അപ്പോൾ പോകണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ ബുക്ക് ചെയ്ത അതേ ദിവസം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഡോക്ടറെ കണ്ട ദിവസമായിരുന്നു. അമ്മയ്ക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് എല്ല് തേയ്മാനം വന്നിട്ട് കാൽസ്യത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട അമ്മ. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്ത അതേ ഡേറ്റിൽ ഈ വർഷം എടുക്കണം, അങ്ങനെ 3 വർഷം അടുപ്പിച്ചെടുക്കണം. ആ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ ഒരു കുപ്പി മരുന്നാണ്. അതിങ്ങനെ കുറച്ച് സമയം അവിടെ കെടുത്തി ഒരു 2-3 മണിക്കൂർ കൊണ്ട് പതുക്കെ മരുന്ന് കയറ്റണം. അപ്പം അമ്മയ്ക്ക് അത് ആ മരുന്ന് കയറ്റേണ്ട ദിവസം അന്നായിരുന്നു. അപ്പം എന്തായാലും അമ്മയുടെ കൂടെ കൂട്ടിന് ഞാൻ പോയി. അപ്പോൾ അമ്മയ്ക്ക് അവിടെ മരുന്ന് കയറ്റാനായിട്ട് അമ്മേനെ അവിടെ കെടുത്തിയൊക്കെ ഓക്കെ ആയതിന് ശേഷം ഞാൻ പോയിട്ട് ഡോക്ടറെ കണ്ടു, തുളസി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഈ മിൽക്ക് പ്രൊഡക്ഷനാണ്, അപ്പോൾ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ മിൽക്ക് പ്രൊഡക്ഷന് കാരണം. അപ്പോൾ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് മരുന്ന് തന്നു. ആ 2 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്നിട്ട് 2 ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിത് 109 ആയിരുന്നു അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ.
അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള സാധാരണ പെണ്ണുങ്ങൾക്ക് 5നും 35നും ഇടയിലാണ് ഇത് പാടുള്ളൂ പ്രൊലാക്റ്റിൻ്റെ അളവ്. മറ്റേ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും വേറെ ആയിരിക്കും അതിൻ്റെ അളവ് വരെ കൂടുതലുണ്ടാവും. സാധാരണ അതൊന്നും അല്ലാത്ത ആൾക്ക് 5നും 35നും ഇടയിലാണ് പാടുള്ളൂ. അപ്പോൾ എനിക്ക് 109 അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെന്താണ് തല സ്കാൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴായിരുന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത് നമുക്കിതൊക്കെ മനസ്സിലായാണ്. ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഈ പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാൻഡിന് എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴാണ് ഈ ഹോർമോൺ അബ്നോർമലായിട്ട് വരിക. അപ്പോൾ തല സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ ഡോക്ടർ മെട്രോയിൽ തുളസി ഡോക്ടർ മെട്രോയിൽ മാത്രമല്ല നമ്മുടെ ഹാർട്ട് ഹോസ്പിറ്റലുണ്ട്, സൺ മെഡിക്കൽ എന്നാണ് ഇപ്പോൾ പേര്, മെഡിക്കൽ സെൻറ്റർ, അവിടെ ഇരിക്കേണ്ട ആൾ. അപ്പോൾ അവിടെ CT സ്കാൻ ചെയ്തിട്ട് അവിടെ ഡോക്ടർ ഇരിക്കുന്ന ടൈമും പറഞ്ഞു തന്നു. അവിടേക്ക് വന്നിട്ട് കാണിക്കാൻ പറഞ്ഞു റിസൾട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ റിസൾട്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് ഒരു ചിന്തയില്ല കേട്ടാ ഇങ്ങനത്തെ വല്ലതൊക്കെ തലയിലുണ്ടാവും. കാരണം തലയിൽ ട്യൂമർ ആണെങ്കിൽ തലയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ തലവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറയണേ ട്യൂമർ ഉണ്ടെന്ന് തലയിൽ. അതൊക്കെ കാണിച്ചു തന്നു. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് വരില്ല. അപ്പം അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ വന്നു. പിന്നെ ഞാനതിനെ ഞാൻ തിരിച്ച് ഇതായി. ഞാൻ എന്നിട്ട് ചോദിച്ചു അപ്പോൾ ഇത് കുഴപ്പമുള്ളതല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കുഴപ്പമുള്ളതാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല, ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ ദേവപ്രസാദ്, ആളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഹോസ്പിറ്റലിൽ കാണാമായിരുന്നു. പക്ഷേ ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ ഡോക്ടറെ വീട്ടിലത്തെ നമ്പർ കിട്ടിയിട്ട് അതിൽ ബുക്ക് ചെയ്തപ്പോൾ 1 മാസം 2 മാസം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടി. ആ ഡോക്ടറെ കാണാൻ ഭയങ്കര പാടാണ്. വീട്ടിലെ ആൾ 10 പേര് ഒരു ദിവസം നോക്കുള്ളൂ. ഡോക്ടറെ കണ്ടു, ഡോക്ടർ പരിശോധിച്ചു. അപ്പോൾ ഒരു ടോർച്ചൊക്കെ അടിച്ചിട്ട് പിന്നെ ഡോക്ടറുടെ വിരലിങ്ങനെ വെക്കും. അതായത് നമുക്കിപ്പോൾ നേരെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു വിരലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലോ. അപ്പം അങ്ങനെ ഡോക്ടർ ഈ വിരലിന് ഇങ്ങനെ നീക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പിറ്റ്യൂട്ടറി അഡനോമ എന്ന് പറയുന്ന ഒരു ട്യൂമറാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വരുന്ന ഒരു ട്യൂമറാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99% നോൺ ക്യാൻസറസ് ആണ്. ക്യാൻസർ ആയി മാറാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഇതുണ്ടാക്കുന്നൊരു പ്രശ്നം എന്താണെങ്കിൽ ഇതിനി വളരും. നമ്മളിപ്പോൾ സർജറി ചെയ്തില്ല, ഇതിനിയും വളരും. അങ്ങനെ ഇത് വളർന്നു വരുമ്പോൾ കണ്ണിലേക്ക് പോകുന്ന നെർവ്സ് ഉണ്ട്, ഞരമ്പ്. ആ ഞരമ്പിനെ ഇത് പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുമ്പോൾ കണ്ണിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് കണ്ണിലേക്ക് നമുക്ക് കാഴ്ചശക്തി കുറഞ്ഞു വരും. അപ്പം നമ്മൾ കാഴ്ചശക്തി കുറയുമ്പോൾ കണ്ണിൻ്റെ കുഴപ്പമെന്ന് കണ്ണാടയൊക്കെ വെച്ച് അതിന് പോയി നോക്കും. പക്ഷേ പിന്നെ പൂർണ്ണമായിട്ടും ഇത് നന്നായി വലുതായിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ നെർവിനെ പ്രസ് ചെയ്ത് തീരെ രക്തോട്ടം ഇല്ലാണ്ടായി കണ്ണിൻ്റെ കാഴ്ച പോവും. അതാണ് ഇതിന് സംഭവിക്കുക എന്ന് പറഞ്ഞു, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനെപ്പോഴും ഡോക്ടറെ അടുത്ത് ചോദിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചിലവ് വരും സർജറിക്ക്. അല്ലാണ്ട് സർജറി ചെയ്യുമ്പോൾ അയ്യോ തലയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകണം അതിൻ്റെ ടെൻഷനൊന്നുമല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ റൂമാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടും, വാർഡാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാശും അതിനനുസരിച്ച് കുറയും. അപ്പോൾ ഒരു 20,000 രൂപ. അപ്പോൾ ഞാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നിസ്സാര ഓപ്പറേഷനല്ലേ, നിസ്സാരമായൊരു സർജറി. കാരണം അതിൻ്റെ 4 കൊല്ലം മുന്നേ ജഗ്ഗുവിനെ മറ്റേ സിസേറിയൻ ചെയ്തപ്പോൾ 40,000 രൂപയായി ക്രാഫ്റ്റിൽ ബില്ല്. അപ്പോൾ ഇത് 20,000 ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു 20,000 അല്ല സമാധാനം. പിന്നെ സെപ്റ്റംബറിലായിരുന്നു കേട്ടോ, 2014 സെപ്റ്റംബർ, ഓണം കഴിഞ്ഞിട്ട് അല്ലേ, ഓണം കഴിഞ്ഞിട്ടായിരുന്നു. അതിന് മുന്നേ ഡേറ്റ് തന്ന സമയത്ത് എനിക്ക് ഭയങ്കര ജലദോഷം പിടിപെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജലദോഷം അപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം തുമ്മലും ചീറ്റലും അപ്പോൾ അതൊന്നും പാടില്ല. കാരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഈ സർജറി എന്ന് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ തലയോട്ടിയൊക്കെ പൊളിച്ച് അങ്ങനെ വലിയൊരു സർജറി ആയിരുന്നു. ഇപ്പോൾ ഇതൊരു എൻഡോസ്കോപ്പിയാണ്, മൂക്കിൽ കൂടെ ഇത് സുഖമായിട്ട് നേരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട് സൈനസിൻ്റെ ബാക്ക് വോൾ, അതിനെ തുരന്ന് പൊളിച്ചിട്ട് നേരെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും മൂക്കിൽ കൂടെ. അപ്പോൾ
എന്നിട്ട് അതിനെടുത്ത് കളയുക ചെയ്യുക. അപ്പോൾ ഒരു ട്യൂബ് കടത്തും, അറ്റത്തൊരു ക്യാമറയ്ക്ക് ആയിട്ടൊരു ട്യൂബ് കടത്തും, പിന്നെ ഒരു ഡ്രില്ലിങ് മെഷീനും കടത്തും മുക്കി കൂടെ. എന്നിട്ട് ഈ ക്യാമറ വെച്ചിട്ട് ടി വിയിൽ നോക്കിയിട്ട് ആണ് ഡോക്ടർ തുറന്ന് ഇതിനെ എടുക്കുക ചെയ്യുക. തിരീശയായിട്ട് ഇങ്ങനെ പൊടിയാക്കി എടുക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു കേട്ടോ. ഡോക്ടർ ദേവപ്രസാദ് നല്ല ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടർ അതൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമല്ലോ. നമ്മളൊരു ഡോക്ടറെ കാണുന്നുണ്ട് സർജറി എന്ന് പറയുമ്പോഴേക്കും ഓടി ചാടി അതിലേക്ക് പോകരുത്. അപ്പം ഞങ്ങൾ കുറുക്കഞ്ചേരിയിൽ ജോർജ് ഡോക്ടറുണ്ട്. എന്താ പറയുക, കുറുക്കഞ്ചേരി, കണ്ണംകുളങ്ങര, ചിയ്യാരം, വടൂക്കര, നെടുപുഴ, പനമുക്ക്, കണിമംഗലം ഭാഗക്കാരൊക്കെ ദൈവമാണ് ജോർജ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വശത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ആവശ്യത്തില അതിനേക്കാൾ അകൽ ഇവിടെ നിന്നുള്ളവരും അവിടേക്ക് ഡോക്ടറെ കാണുന്നവരുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കൊരു പത്മശ്രീ ഒക്കെ കൊടുക്കേണ്ട ഒരു ഡോക്ടറാണ്. എന്താ പറയുക, ആൾക്കാരെയൊന്നും അങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കില്ല. എല്ലാവരും നന്നായി നോക്കി. അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. 2 മണി 3 മണി രാത്രി 2 മണി 3 മണി വരെ ആൾക്കാരുണ്ടാവും. കാശില്ലാത്തവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് സഹായിക്കും, അങ്ങോട്ട് മരുന്നുകൾ കൊടുക്കും ആള്. അങ്ങനെയൊക്കെ. പിന്നെ പരമാവധി സർജറി അങ്ങനത്തേലേക്ക് പോവാണ്ട് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുമോ അങ്ങനത്തെയൊക്കെ നോക്കും ആള്. അപ്പോൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആളുടെ അടുത്തേക്ക് പോയി. ആളുടെ അടുത്തേക്ക് ഈ റിസൾട്ടൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആള് നോക്കിയിട്ട് ആള് പറഞ്ഞു ഇത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, ആള് 2 ഡോക്ടർമാരെ പേരെ പറഞ്ഞു. ദേവപ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, ന്യൂറോളജിസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ ജൂബിലി മിഷനിൽ ഡോക്ടർ കുര്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. ഇവരാരെങ്കിലും ഒരാൾ അടുത്തേക്ക് പോകും നല്ലത് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ മുള ഇത് കറക്റ്റ് ആണോന്ന് അറിയാം, തെറ്റിട്ടാണോന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മള് വേറെ സ്ഥലത്ത് പോയിട്ട് എടുത്തു. അതിലുണ്ടോന്ന് അറിയാനായിട്ടേ. ഇനിയിപ്പോ ഇവർക്ക് പിഴവ് പറ്റാലോ. ചേട്ടന് ഡൗട്ട് മറ്റേ ഹാർട്ട് ഹോസ്പിറ്റലുകാര് വെച്ചതാവുന്ന അതില് പടത്തില് അങ്ങനെ അതില് നോക്കി നമുക്ക് ഒരു കുന്തം മനസ്സിലാവില്ല. അപ്പൊ ചേട്ടനൊരു ഡൗട്ട്. പിന്നെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചേട്ടൻ്റെ മൈൻഡിൽ ഇതൊന്നുമില്ല. ചേട്ടൻ 2013 കോടീശ്വരിൽ പങ്കെടുത്തതിൻ്റെ ഹാങ് ഓവർ മാറാണ്ട് നിൽക്കുകയാണ് ആ സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നസെന്റിന്റെ പിൻഗാമിയാണ്, സിനിമയിൽ ചാൻസ് ഉണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞതില് ചേട്ടൻ മയങ്ങി സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരൊറ്റ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ സിനിമയുടെ ഓഡിഷനുകൾക്കൊക്കെ പോയപ്പോൾ അവർ അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോൾ അഭിനയിക്കാനൊന്നും അറിയണില്ല. അപ്പോൾ അഭിനയം പഠിക്കാനായിട്ട് തൃശ്ശൂർ രംഗചേതനയിൽ സൺഡേ ബാച്ചിൽ ചേർന്നതാണ് ആ കൊല്ലം. അപ്പം ചേട്ടൻ്റെ തലയിൽ ഇത് മാത്രമല്ലോ, അഭിനയം പഠിക്കുക, ഇങ്ങനെയുള്ള അഭിനയം പഠിക്കുക. അതന്നെ മുഴയില്ലല്ലോ, അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ തലയിലല്ലേ. അപ്പം ചേട്ടൻ്റെ അപ്പോൾ ഇതൊന്നും ആളെ ഇതാക്കിയിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് കുറെ വിഷമങ്ങൾ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലല്ല. ഇപ്പഴായിരുന്നു വെച്ചെങ്കിലേ ചേട്ടനെ ഞാൻ ചികിത്സിക്കാൻ കൊണ്ട് നടക്കേണ്ടി വന്നേനെ. ഇപ്പൊ എന്റെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചേട്ടന്റെ അവസ്ഥ? അന്നുള്ള പോലെ തന്നെയാണ് ഇല്ല. ചേട്ടൻ ഇപ്പൊ ഒരു പനി വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, ഇപ്പൊ 2 ദിവസം മുന്നേ എനിക്ക് ഛർദിയൊക്കെ വന്നു. ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്തൊരു ശ്രദ്ധയെന്ന് അറിയാം എല്ലാ കാര്യങ്ങൾക്കും. കാരണം ചേട്ടന്റെ മനസ്സിലിതാ കുറെ ബിസിനസ്സൊക്കെ ചെയ്ത് പൊളിഞ്ഞല്ലോ. അപ്പൊ ഇനി ജീവിതം മെച്ചപ്പെടണമെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് വേണം ജീവിതം കരുപിടിപ്പിക്കാന്നുള്ളൊരു ഇതായിരുന്നു. വരുമാന മാർഗം. അതെ, ഒന്നുമില്ല ആ സമയത്ത്, ഒരു പണിയുമില്ല. അങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കാൻ നടക്കണം ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കരുത്, ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ പ്രശ്നം, നമുക്കുള്ള അസുഖം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നല്ലാണ്ട് വേറെ ഒരു ഗുണവുമില്ല പേടിച്ചത് കൊണ്ട് ഇത് മാറിപ്പോവോ അല്ലെങ്കിൽ പേടിക്കാണ്ടിരുന്നുകൊണ്ട് ഇത് കൂടോ ഒന്നുമില്ല. നമുക്ക് വരാനുള്ളത് എൻ്റെ വിശ്വാസപ്രകാരം, ഞാൻ ചിലപ്പോൾ അന്ധവിശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എൻ്റെ വിശ്വാസപ്രകാരം നമുക്ക് ഇന്ന സമയത്ത് ഇന്നതെന്നൊക്കെ നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടാവും മുന്നേ. അത് അതുപോലെ വരും. ഇപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഓരോ ലക്ഷണങ്ങളൊന്ന് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ
നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ആദ്യം തുളസി ഡോക്ടറെ ബുക്ക് ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണല്ലോ കിട്ടിയത്. ഈ ഒരാഴ്ച മൊത്തം പ്രാർത്ഥിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്നെ കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ മാറണതാവണേ, ആ മരുന്നിന് തന്നെ വില കുറഞ്ഞ മരുന്നാവണേ, അധികം വിലയേരം മരുന്നാവല്ലേ. ഇതാണ് ഫുൾ ടൈം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കേട്ടാ. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കുമ്പോഴായാലും ഇത് ഹോർമോണിൽ നിന്ന് 35 എന്നുള്ളത് 109. അപ്പോൾ ഷുഗർ ഇതൊക്കെ ആ റീഡിങ് ഇത്തിരി കൂടിയ പോലെ. അപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവും എന്നുള്ള ഒരു ഇതാണ് നമുക്ക്. അപ്പോഴായാലും ദൈവമേ അധികം വിലയുള്ള മരുന്നാവരുതേ, ഇങ്ങനത്തെ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഡോക്ടറെ കാണാൻ പോകണം. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് തല സ്കാൻ ചെയ്യണമെന്ന്. നമ്മൾ ചിന്തിക്കാത്ത കാര്യം അത്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തലയിലുള്ളതും ഇതാണ് പ്രൊലാക്റ്റിൻ ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ. പക്ഷേ പിന്നെ അതൊന്നും നമുക്കത് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് തല സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കാണിക്കാൻ നിൽക്കുമ്പോഴായാലും നമ്മൾ വിചാരിക്കണം കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഡോക്ടറെ കാണിക്കണേ. അപ്പോൾ ഡോക്ടർ പറയുന്നു ട്യൂമർ ഉണ്ട്. ഈ ട്യൂമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ദേവപ്രസാദിനെ കാണണം. അതുവരെ നമുക്ക് ഇത് കുഴപ്പമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് അറിയില്ല. ഇത് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ ബുക്ക് ചെയ്യാനും കാണാനും പറ്റുമായിരുന്നു. അത്രയും നാൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വീട്ടിലത്തെ വീട്ടിലേക്ക് കാണാനായിട്ടാണ് ആളെ ബുക്ക് ചെയ്തത്. എന്നിട്ട് അപ്പോൾ ഈ 2 മാസവും ഊണിലും ഉറക്കത്തിലും എപ്പോഴും പ്രാർത്ഥന എൻ്റെ ഇതായിരുന്നു. മരുന്നുകൊണ്ട് മാറുന്നതാവണേ എന്നായിരുന്നു പ്രാർത്ഥന. അപ്പോൾ ഡോക്ടർ പറയണു സർജറി വേണം, മരുന്നുകൊണ്ട് മാറുന്നതല്ല. അപ്പോൾ അത്രയായപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിത് പ്രാർത്ഥിച്ചിട്ടൊന്നും നമുക്ക് വരാനുള്ളത് വരാതിരിക്കില്ല, നമുക്ക് വരാനുള്ളത് വരെ തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ അവിടെ നിന്നങ്ങോട്ട് ഞാൻ ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, എൻ്റെ സർജറി എന്താ പറയുക സക്സസ് ആവണേ, അങ്ങനെ ഇങ്ങനെയൊന്നല്ല പ്രാർത്ഥിച്ചത്. എനിക്ക് എന്തായാലും എന്താണ് ചിലപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, മാറും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. അപ്പം അത് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാലും എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് താങ്ങാനും ഉള്ളൊരു ശക്തി കൊടുക്കണേ ദൈവമേ എന്ന് മാത്രമേ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നെ അല്ലാണ്ട് എനിക്കത് വരല്ലേ, എനിക്കിത് വരല്ലേ, അത് ആവില്ല, ഇത് അങ്ങനത്തെ എന്തായാലും വരാനുള്ളത് വരും. അങ്ങനെ മൈൻഡ് സെറ്റാക്കി ഞാൻ. പിന്നെ നമുക്ക് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗ്ഗു 4 വയസ്സല്ല ആയിട്ടുള്ള എൻ്റെ മോന്, അങ്ങനെയൊക്കെ ആലോചിച്ചു. പിന്നെ ഒരു ആൺകുട്ടിയല്ലേ, ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഒരു ധൈര്യം വന്നു. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിന് മുൻപ് എന്തിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ഹരീഷ് ഉണ്ട്, ഓർത്തോ ആണ്, മറ്റേ എല്ലിൻ്റെ ഡോക്ടറാണ്. ആ ഡോക്ടർ നമ്മളായിട്ട് നല്ല കമ്പനിയാണ്, നല്ല പരിചയമാണ് ഡോക്ടർ. എന്നെ നന്നായിട്ട് അറിയാം. ഡോക്ടർക്ക് ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനം പറയും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അച്ഛന് ഈ പുറത്തത്തെ എല്ല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ അച്ഛൻ അഡ്മിറ്റ് ആകുമ്പോഴൊക്കെ ഞാനാണ് നിൽക്കാറ് ആശുപത്രിയിൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അമ്മയ്ക്ക് തണ്ടൽ വയ്യാണ്ട് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് വേദനയായിട്ട് ഞാൻ തോന്നുന്നു അല്ലേ, മെട്രോയിൽ കൊണ്ടുപോയിട്ടുണ്ടാ? ഇല്ല, അമ്മേനെ കോപ്പറേറ്റീവിലാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ല് തേമാനായിട്ട്. അപ്പോൾ അമ്മയുടെ കൂടെയൊക്കെ എല്ലായ്പ്പോഴും ഡോക്ടറെ കാണാൻ പോണതും ഞാൻ തന്നെയായിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ ഡോക്ടർ പറയാം ഇവിടുത്തെ അച്ഛൻ്റെ കൂടെ ആയാലും ഞാൻ തന്നെയാണ് വരണേ, സ്വന്തം അമ്മേരെ കൂടെ ആയാലും ഞാൻ തന്നെയാണ് വരണേ. അപ്പോൾ ഡോക്ടർക്ക് അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഭയങ്കര നല്ല കാര്യമാണ്. ഡോക്ടർ ഇങ്ങനെ കുറേ ഉപദേശിക്കണൊക്കെ ആളാണ്, ഭഗവത്ഗീത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടൊക്കെ ഓരോ തത്വങ്ങളൊക്കെ പറയണതും നമ്മളൊക്കെ ഭയങ്കര അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സാൻമാർഗിക ഉപദേശങ്ങളൊക്കെ തരുന്ന ഒരു ഡോക്ടറാണ് അത്. നല്ല ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർക്ക് നല്ല ഇഷ്ടം തന്നെ. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും ജോർജ് ഡോക്ടറെ അടുത്ത് കണ്ടാൽ പോലും വീണ്ടും ഈ റിസൾട്ടും കൊണ്ടിട്ട് പിന്നെ ഈ ഹരീഷ് ഡോക്ടറും കൂടി ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ പോയി. ഹരിച്ചിട്ടും കുടിച്ചിട്ടും ഉത്തരം ശരിയാണെങ്കിലും ഒന്നുകൂടി ഹരിച്ചും കുടിച്ചു നോക്കാലോ. അങ്ങനെ നമ്മള് പലരിടത്തും വീണ്ടും വീണ്ടും ചോദിക്കുക. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിശദമായി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, ഇത് കുറച്ച് ഈ സർജറി എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേഷനും കൂടി ഉണ്ട്, അത് സരിത അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഇതിപ്പോൾ മൂക്കിൽ കൂടെ ഇങ്ങനെ ഈ ക്യാമറയും ഡ്രില്ലിങ് മെഷീനും ഒരിക്കലും ഇത് നേരെ കണ്ടുകൊണ്ടല്ല സർജൻ ഈ ട്യൂമർ എടുത്ത് മാറ്റണം. ഇതിങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടാണ് ഇത് മാറ്റുക. അപ്പോൾ ബ്രെയിൻ്റെ അടുത്ത് തന്നെയാണല്ലോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ വളരെ ചെറിയൊരു പോസിബിലിറ്റി ഉള്ളൂ ബ്രെയിൻ ഡാമേജ് ആവാനൊക്കെ. പക്ഷേ എന്നാലും ഏതെങ്കിലും കാരണവശാൽ ബ്രെയിനിൽ ഇത് എന്തെങ്കിലും ഇപ്പോൾ ഒരു മെഷീൻ ഇതൊക്കെ കടത്തിയിട്ടാണല്ലോ തുറന്നാണല്ലോ എടുക്കണേ. അപ്പോൾ ബ്രെയിൻ്റെ ഏത് ഭാഗത്ത് ഈ മെഷീൻ കൊണ്ടാലും
അപകടമാണ്. ചിലപ്പോൾ ഒരിക്കലും ബോധം വന്നില്ല എന്ന് വരാം, അല്ലെങ്കിൽ കഴുത്തിന് താഴെ തളർന്നു പോവാം, കാഴ്ചശക്തി നഷ്ടപ്പെടാം, കേൾവിശക്തി, സംസാരം ഇതൊക്കെ നഷ്ടപ്പെടാം. അങ്ങനെ എന്തും സംഭവിക്കാം. ചലനശേഷി നഷ്ടപ്പെടാം, എന്തും സംഭവിക്കാം, മരണം സംഭവിക്കാം. പിന്നെ അനസ്തേഷ്യ, ഇതിൽ തരുന്ന അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അനസ്തേഷ്യ തന്നിട്ട് ബോധം വരാണ്ടിരിക്കാം വേണമെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പം എന്നിട്ട് ഞാനപ്പം ഇങ്ങനെ നിന്നിരുന്നു. അപ്പോൾ പേടിയാവുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയില്ല എനിക്ക് പേടിയാവില്ല എന്ന് പറഞ്ഞു. അത് വെറുതെ പറയാം, പേടിയാവുണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ പറയില്ല എനിക്ക് പേടിയാവണില്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പേടിയേ തോന്നിയില്ല ഇതൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റാക്കി, എനിക്ക് എന്താണ് വരാൻ ഈശ്വരൻ നിശ്ചയിച്ചാണ് അത് എനിക്ക് വന്നിരിക്കും. ഞാൻ പേടിച്ചത് കൊണ്ട് അത് വരാണ്ടിരിക്കാനൊന്നും പോണില്ല. അങ്ങനെ എനിക്കൊരു ധൈര്യം ആ സമയത്ത് ഭയങ്കരമായിട്ട് ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സർജറി തീരുമാനിച്ച ഡേറ്റിൽ എനിക്ക് ഭയങ്കര കഫക്കെട്ടൊക്കെ ആയിട്ട് പിന്നെ അത് മാറ്റി വെച്ചു. ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസത്തിലായിരുന്നു, സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഏതൊരു ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് പോകുമ്പോ സരി തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. അതായത് ആശുപത്രിക്ക് പോവാണ്. അപ്പൊ നാളെയാണ് സർജറി, നാളെ കാലത്താണ് സർജറി. ഇന്ന് വൈകുന്നേരം അഡ്മിറ്റ് ആയി. അതന്നെ ഉച്ചരിഞ്ഞ് ഞങ്ങൾ പോയി ആശുപത്രിയില്. എന്നിട്ട് കാലത്ത് അമ്മയാണ് എൻ്റെ അടുത്ത് നിന്നേ. എന്നിട്ട് വൈകുന്നേരം അനസ്തേഷ്യ ചെയ്യണ ഡോക്ടർ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ബി പി നോർമൽ. അപ്പോൾ ഡോക്ടർ ബി പി നോർമലാണല്ലോ, സാധാരണ പേടിച്ച് ടെൻഷൻ അടിച്ചിട്ട്. അല്ല ഞാൻ ആ കാര്യം പറഞ്ഞു. ചിലപ്പോൾ സരിത് വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചിലപ്പോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരലുണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലേ, അതൊക്കെ ആലോചിച്ചിട്ടാവും. ചിലപ്പോൾ മൈൻഡ് സെറ്റ് ആക്കിയാലും പറയാൻ പറ്റില്ല. എന്നിട്ട് എന്തിട്ടുണ്ടായേ എന്നിട്ട് അനസ്തേഷ്യയുടെ ഡോക്ടർ ഒന്ന് ബി പി ചെക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് ഉറക്ക ഗുളിക തന്നു. ഇന്നത്തെ രാത്രി നന്നായിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ നാളെ രാവിലെയാണ് സർജറി ഉള്ളത്. ബി പി ഹൈ ആവും, ബി പി കൂടിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവും സർജറി. ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആവും. നോർമൽ ലെവലിനേക്കാളും ബി പി താന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരേണ്ടിയായിരുന്നു അല്ലെങ്കിൽ തന്നെ. അപ്പോൾ പറഞ്ഞു എന്നാലും ഇത് കഴിക്കണം. ഒരു പേഷ്യൻ്റ് ഇതുപോലെ വന്നിട്ട് സർജറി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് ആൾക്ക് ബി പി ഭയങ്കരമായിട്ട് കൂടിയിട്ട് സർജറി മാറ്റി വയ്ക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് റിസ്ക് എടുക്കണ്ട, ഗുളിക കഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ച് കിടന്ന് ഗുളിക കഴിച്ച് അതിൻ്റെ പിന്നാലെ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് MRI സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ വന്നേക്കണു. അതിൻ്റെ ഒരാവശ്യമില്ല, അവർക്കൊരു ആളെ കിട്ടിയതാണല്ലോ. MRI സ്കാൻ ചെയ്യാണെന്നും പറഞ്ഞിട്ടേ CT ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 9,000 രൂപയാണ് MRI സ്കാനിൻ്റെ. നമുക്കതൊക്കെ വലിയ തുകയാണ്. അതിൻ്റെ ഒരാവശ്യമില്ലേ. എന്നിട്ട് MRI ആ ഉറക്കപ്പിച്ചയിൽ എന്നെ കൊണ്ടുപോയി MRI ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് തന്നും കൂടിയില്ല. 4 മണിക്കൂറാണ് പിടിച്ചു ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. അയ്യോ പിറ്റേ ദിവസമാണ് ശരിക്കും ഓർമ്മ വന്നത് എനിക്ക്. അപ്പൊ അവര് എൻ്റെ അടുത്ത് ഒന്ന് കുറെ സംസാരിച്ചു, ഡോക്ടറും ഒക്കെ. എന്തുട്ട പേര്, വീട് എവിടെയാ, ഹസ്ബൻഡിന്റെ പേരെന്താ, കുട്ടിയുടെ പേരെന്താ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് എന്നെ റൂമിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ചയാണ് ചേട്ടൻ എന്നെ കാണാൻ വന്നത്. ഞായറാഴ്ച ഇവിടേക്ക് പോകണ്ട റൂം മറ്റേ ഈ ICU അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നടന്നു ഇടയ്ക്കിടയ്ക്ക്. സരിതനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ മറ്റേ ഈജിപ്തിലത്തെ മമ്മികളെ പോലെ മമ്മികളുടെ മുഖത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മുഖത്ത് മൂക്കടച്ചൊക്കെ ആയിരുന്നു. എനിക്ക് അതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓർമ്മ വന്നപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്തുട്ടാന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ മൂക്കടച്ചേക്കാണ്. ഇപ്പൊ ഈ മൂക്കി കൂടെ ഇത് ചെയ്തേക്കണല്ലോ. അപ്പൊ ഈ പിന്നെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന, വയറ്. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് വയറ് വേദന എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഭയങ്കര വേദന, വേറെ ഇവിടെ എനിക്ക് വേദനയില്ല, ഇവിടെ തൊടുമ്പോൾ വേദന എടുക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സൈനസിൻ്റെ അവിടെ ഒരു മെംബ്രെയിൻ തുരന്നിട്ടുണ്ട്. അപ്പം അത് അടയ്ക്കാനായിട്ട് ഈ പൊക്കിളിൻ്റെ അവിടെ നിന്ന് ഒരു കൊഴുപ്പ് എടുത്തിട്ടാണ് അവിടെ അടച്ചേക്കണേ. അതുകൊണ്ട് ഇവിടെ 2 സ്റ്റിച്ച് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ വയറിൻ്റെ അടിഭാഗത്ത് പൊക്കിളിൻ്റെ താഴെയായിട്ട് 2 സ്റ്റിച്ച് ഉണ്ട്, അതാണ് അവിടെ വേദന എടുക്കണേന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കടച്ചേക്ക. അപ്പോൾ വായക്കൂടെ ശ്വാസം വലിക്കുമ്പോൾ എന്നിട്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട ഉണങ്ങിയിട്ടേ, തൊണ്ട ഇങ്ങനെ ഉണങ്ങുക,
അപ്പോൾ സ്വതവേ എനിക്ക് നീരുവീഴ്ച ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്കടഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായക്കൂടെ ശ്വാസം വലിച്ചിട്ട് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മൂക്കടച്ചിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംസാരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. മൂക്കിങ്ങനെ അങ്ങനെ അടഞ്ഞിരിക്കല്ലേ. അപ്പം ഇങ്ങനെയായിരുന്നു ഒരു ഓർമ്മയില്ല ഇങ്ങനത്തെ എനിക്കെങ്ങനെ അറിയാ? കണ്ണാടയിൽ എനിക്ക് കാണിച്ചു തന്നൊന്നുമില്ല. നിങ്ങൾ കാണുന്നവർക്കെല്ലാം അറിയുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഈ ഡോക്ടർ ഈ ചൊരൻ്റെ എടുത്ത സാധനം നമുക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഇതിലിട്ട് കാണിച്ചു തന്നു. അത് ബാംഗ്ലൂർക്ക് ടെസ്റ്റിന് അയച്ചു. അത് ജൂബിലിയിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റിനായിട്ട് ബാംഗ്ലൂർക്ക് അയക്കാൻ പറഞ്ഞു. ക്യാൻസറിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് അങ്ങടാന്ന് തോന്നുന്നുണ്ട് എന്നെ കൊണ്ട് കെടുത്തിയത്. അപ്പൊ ചേട്ടൻ ഞായറാഴ്ച ദിവസം ക്ലാസ് ഉണ്ടല്ലോ, ഏത് സൺഡേ ക്ലാസ്സും ചേർന്നുണ്ടല്ലോ നാടകത്തിന്റെ, അതിന് പോയി ചേട്ടൻ. അതിന് സാരി തരാം. അച്ഛൻ അമ്മ ഇവിടെ ഉണ്ട്, പിന്നെ ഞാൻ അവിടെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അജുനെ കണ്ടില്ലല്ലോ, അജുനെ കണ്ട്. അപ്പൊ ഞായറാഴ്ച ഞായറാഴ്ചയാണല്ലോ എന്നെ കൊണ്ട് കെടുത്തിയത്. ഞായറാഴ്ച ഒഴിവ് ദിവസം ആയതുകൊണ്ട് തന്നെ എൻ്റെ സകല ബന്ധുക്കള്, നമ്മുടെ ഇവിടത്തെ സകല ബന്ധുക്കളും ഈ ഞായറാഴ്ച അവിടേക്ക് എത്തിയിട്ടുണ്ട് കാണാനായിട്ട് തന്നെ. ചേട്ടൻ മാത്രം വന്നില്ല. നോക്കിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ വന്നിട്ടാണ് പോയത്. ഞാൻ അവിടെ നിന്നാണ് പോയത് ആശുപത്രിക്ക് വന്ന് ജഗ്ഗുനെ അവിടെ ആക്കിട്ട് പോയി. ജഗ്ഗുനെ അവിടെ ആക്കി പോയി. അപ്പൊ അജുനെ കണ്ടില്ലല്ലോ എന്ന് പറയണ്ട. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, ഓ ജഗ്ഗു ആണ് ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടൻ നാടകത്തിന് പോയി. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമവും. ഭാര്യ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് അത്യാവശ്യം റൂമിന്റെ ഉള്ളിൽ ബഹളാക്കണ ചേട്ടൻ വന്നേ വൈകുന്നേരം വന്നു. ചേട്ടൻ ഷാൻ ചേട്ടനും ചേച്ചിയും വന്നപ്പോ അവരുടെ കൂടെ ജഗ്ഗുനെ വിടുക ചെയ്തത്. ഇങ്ങോട്ട് ചേട്ടൻ വന്നില്ല. ചേട്ടൻ തിങ്കളാഴ്ച വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൂക്കിലത്തെ ഈ സാധനം എടുത്തു ഡോക്ടർ. അടച്ചിട്ടുണ്ടായിരുന്നു എടുത്തു. കഠിനമായ വിശ്രമം വേണമെന്ന് പറഞ്ഞു. നല്ല വിശ്രമം വേണം. 2 മാസം 2 ആഴ്ചയിലേക്ക് തുമ്മാൻ പാടില്ല. അപ്പം എനിക്ക് അലർജിയും തുമ്മലൊക്കെ ഉള്ളതല്ല. അപ്പം തുമ്മലിനുള്ള മരുന്ന് എഴുതി തന്നു. അത് തുമ്മലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും അത് കഴിക്കാൻ പറഞ്ഞു. കാരണം തുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടച്ചിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് കൊഴുപ്പെടുത്തിട്ട് ഇവിടെ അടച്ച സാധനം തുറക്കും, ഭയങ്കര ബ്ലീഡിങ് ആവും, പിന്നെ ഭയങ്കര പ്രശ്നം അത്. അപ്പോൾ തുമ്മരുത്, തല അധികനക്കരുത്. എനിക്ക് തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന. തല ഇങ്ങനെ വെറുതെ ഇങ്ങനെ നനങ്ങില്ലേ, നനങ്ങുമ്പോൾ വരെ എനിക്ക് പറ്റണില്ല. സർജറി കഴിഞ്ഞിട്ട് വലിയേട്ടനാണ് മറ്റേ നാനോ കാറും കൊണ്ടാണ് വന്നത്. സർജറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് ആശുപത്രിയിൽ നിന്ന് വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട് കണ്ണംകുളങ്ങരയ്ക്കാണ് ഞാൻ നേരെ പോകണേ. കണ്ണംകുളങ്ങര എന്ന് പറയുമ്പോൾ അവിടെ ടൗൺ തന്നെ ആയതുകൊണ്ട് തന്നെ പൊടിയും ഇതും കൂടുതലുണ്ടാവും. അവിടെ നിൽക്കണത് ശരിയല്ല എന്നിട്ട് പള്ളിപ്പുറത്തെ ഞാൻ വീട് ചെയ്തിട്ടില്ലേ, ആൻറ്റിയുടെ വീട്. അപ്പോൾ ആൻറ്റി ആ സമയത്ത് നാട്ടിലുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പൊടിയിലെ ആളുകളുടെ ആരെ ശരിയില്ല. പിന്നെ കണ്ണംകുളങ്ങര ആകുമ്പോൾ ചിലപ്പോൾ ആളുകൾ ബന്ധുക്കളൊക്കെ കാണാൻ വരും. അപ്പോൾ അതൊന്നും പാടില്ല എന്ന് പറയും. ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവരുത്. അപ്പോൾ ആളുകളൊന്നും വിസിറ്റേഴ്സിനെ കാണാൻ സമ്മതിക്കരുത്. അങ്ങനെ ആൾക്കാർ ബന്ധുക്കളൊന്നും വരാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഈ നീരുവീഴ്ചയോ അങ്ങനത്തെ തുമ്മലോ ഒന്നും വരാനും പാടില്ല, ചുമ അങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല. അപ്പം അങ്ങനെ നേരെ ആൻറ്റിയുടെ വീട്ടിലേ പോയി. ആൻറ്റിയുടെ വീട് അങ്ങനെ ഇപ്പോൾ ബന്ധുക്കൾക്കൊന്നും അധികം അറിയൂല, അങ്ങനെ ആൾക്കാർ വരില്ല. ഗ്രാമമാണ്. അപ്പം അങ്ങനെ നേരെ അങ്ങടെ പോയേ. അപ്പം അവിടെ വരയ്ക്ക് ഈ കാർ വലിയേട്ടനേ എന്തിനാ പറയുക, ഉറുമ്പരിക്കണോണ കാർ എടുത്തോടന്നേ. എന്നിട്ട് വരെ വല്ല ഗട്ടറിൽ ചാടെ എന്തെങ്കിലും ആകുമ്പോഴേക്കും ഞാൻ നല്ല വിളിക്കുക കാറിൽ ഇരുന്നിട്ട്. വേദന കൊണ്ട് അത്ര തലവേദനയായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആ തലവേദന. പിന്നെ അത് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഈ ട്യൂമർ സെല്ല് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അതിൽ കണ്ടത് ഗ്രോത്ത് ഹോർമോൺ ഹൈലി പോസിറ്റീവ് എന്നാണ് കണ്ടത്. അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊലാക്റ്റിൻ മാത്രമല്ല ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഈ ഗ്രോത്ത് ഹോർമോൺ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആവുക, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ബ്ലഡിലേക്ക് കലരുന്നില്ല. പ്രൊലാക്റ്റിൻ ബ്ലഡിലേക്ക് കലർന്നത് കൊണ്ടാണ് എനിക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് ലാക്ടേഷൻ ഉണ്ടായത്. അതേസമയം ഗ്രോത്ത് ഹോർമോൺ വന്നിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖമൊക്കെ വികൃതമായേനെ എന്ന് പറഞ്ഞു ഡോക്ടർ. അതായത് നമ്മൾ ഹൈറ്റ് വയ്ക്കണ ഒരു പ്രായം ഉണ്ടല്ലോ, 10-20 വയസ്സ് വരെയൊക്കെയല്ലേ മാക്സിമം ഹൈറ്റ് വയ്ക്കുള്ളൂ. അതിനുശേഷം ഈ ഹോർമോൺ ഇങ്ങനെ വന്നാൽ, ഗ്രോത്ത് ഹോർമോൺ വന്നു കഴിഞ്ഞാൽ ഉയരം വയ്ക്കില്ല. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരലില്ലേ, ഈ വിരലുകൾ നീളം വയ്ക്കും, ചുണ്ട് വീർക്കും, നെറ്റി വലുതാവും, മൂക്കിൻ്റെ തുമ്പ് മാത്രം വലുതാവും,
അങ്ങനെയൊക്കെ ഒരു വികൃത രൂപമാവുന്നു. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ അവിടെ തന്നെ ഈ ട്യൂമറിൽ തന്നെ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആവുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂമർ വീണ്ടും വലുതാവുന്നു. അപ്പോൾ ട്യൂമറിൻ്റെ ഇപ്പോൾ റൂട്ടടക്കമൊന്നും മുഴുവനായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ഏറ്റവും അടിഭാഗം അവിടെ തന്നെ നിൽക്കും. അതുമേ കൂടി ഇനിയും ഈ ട്യൂമർ വളരും. അപ്പോൾ ഇനിയും വളർന്നാൽ ഇനിയും അത് സർജറി ചെയ്യണം. അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് അല്ലാന്ന് അതിന് പകരം ഇപ്പോൾ ഇനി അത് വലുതാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ചെയ്താൽ മതി. റേഡിയേഷൻ ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ടും കരിച്ച് കളയാൻ, അതിൻ്റെ റൂട്ടിനെയൊക്കെ മൊത്തം കരിച്ച് കളയാൻ പറ്റും. പിന്നെ അതൊരിക്കലും വലുതാവില്ല. ഇനി വളരണു എന്ന് കണ്ടാൽ തുടക്കം തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ 4 മാസം കൂടുമ്പോഴും പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യുക. പിന്നെ കുറേ നാൾ കൂടുമ്പോൾ തല സ്കാൻ ചെയ്ത് നോക്കുക വലുതാവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയേഷൻ ഇവിടേക്ക് ആണ് അടുപ്പിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ മുടിയൊക്കെ പോവും, പുരികം, ഈ കൺപീലി ഇതൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത് പിന്നെ ഒരിക്കലും വലുതാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്യും. പിന്നെ 4 മാസം കൂടുമ്പോൾ പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വലുതാവാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. ആവേണ്ടതാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വലുതാവേണ്ടതായിരുന്നു. അപ്പം അത് ഒരു കൊല്ലത്തിൽ ചെയ്താലും മതി ചെക്ക് ചെയ്താൽ ഈ മറ്റേ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം ഇന്നാൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും പോയിട്ട് ടെസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഓരോ കമന്റ് കാണുമ്പോഴാണ് ഇതിന്റെ കാര്യം ഓർമ്മ വരണേ. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടൊരു 2 കൊല്ലമൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര സീരിയസ് ആണെന്നുള്ളതിൽ മറ്റേ രാഗിയുടെ കൂട്ടുകാരിയാണ് മരിച്ചില്ലേ, ഒരു കൂട്ടുകാരിയാണ്. ഇവിടെ സജീവന്റെ രാഗി ഉണ്ടല്ലോ, രാഗിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 2-3 കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളുടെ വീടിൻ്റെ അടുത്ത് അഞ്ചേരിയിൽ ഒരു പെൺകുട്ടി മരിച്ചു. ആ പെൺകുട്ടിക്ക് 24 വയസ്സായി, 26 വയസ്സും കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു വിഷമകരമായ കാര്യം തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 2 പിള്ളേരാണ്. മൂത്തതിന് ഒരു 5 വയസ്സും താഴെയുള്ള കുട്ടിക്ക് ഒരു 1 വയസ്സ് അങ്ങടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ 1 വയസ്സായ കുട്ടിക്ക് ഈ പാല് കൊടുക്കണതായതുകൊണ്ട് ഇത് അറിഞ്ഞില്ല. ആ സമയത്ത് നമുക്ക് ഈ പ്രൊലാക്റ്റിൻ കൂടിയാലും ഇതുണ്ടായാലും അറിയില്ലല്ലോ. പക്ഷേ ആ പെൺകുട്ടി ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ട്, അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണമല്ലോ, വിഷൻ. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവർക്ക് എന്നിട്ട് ഒരു സംശയം തോന്നി ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ കുട്ടിക്ക് സർജറി ചെയ്തേ. സർജറി കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ബോധം വന്നില്ല ആയിരുന്നു. പിന്നെ 4 ദിവസം 5 ദിവസമൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഹസ്ബൻഡൊക്കെ ചെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളി കേൾക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 5-ാം ദിവസം 6-ാം ദിവസം അത് മരിച്ചു ആ കുട്ടി. അപ്പോൾ രാഗിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് ഈ ട്യൂമറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടായിരുന്നില്ലേ നമുക്ക് ചോദിച്ചു എൻ്റെ അടുത്ത് അന്ന്. അപ്പം ഞാൻ അന്ന് തൊട്ടേ ആലോചിക്കണത് വീഡിയോ ഇടണമല്ലേ. ഇത് ആണുങ്ങൾക്കും വരാം കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം വരണതല്ല, ആണുങ്ങൾക്കായാലും ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയാവും. ചിലർക്ക് തലവേദന ആയിരിക്കും, ഭയങ്കര തലവേദനയായിരിക്കും. മിക്കവാറും പേർക്ക് ഈ പ്രൊലാക്റ്റിൻ കൂടിയിട്ട് ഈ പാല് അതായിരിക്കും വരാം. പിന്നെ ചിലർക്ക് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രശ്നവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വിരലുകളൊക്കെ വലുതാവുക, പിന്നെ എന്താ പറയുക, ഈ നെറ്റി വികസിക്കുക, കണ്ണൊക്കെ തള്ളി വരാ, ചുണ്ട് വീർത്ത് വരാ, അങ്ങനെയൊക്കെ ചിലവർക്ക് ഉണ്ടാവും. കുറേ നാളായിട്ട് എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, ഉണ്ടായില്ല, പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ചിലപ്പോൾ ഈ സർജറിക്ക് ശേഷം എനിക്ക് ഭയങ്കര വെള്ളം ദാഹം. ഭക്ഷണം എന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട, വെള്ളം കൂടി തന്നെ വെള്ളം കൂടി. എത്ര വെള്ളം കുടിച്ചാലും പിന്നെ വെള്ളം ദാഹിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഈ ഹോർമോൺസ്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ കുറേ ഹോർമോൺസിനെ ഇതൊക്കെ ചെയ്യണ ഗ്ലാൻഡാണല്ലോ. അപ്പോൾ പല ഹോർമോൺസിലും ഇത് വരും. പിന്നെ ഈ പീരീഡ്സ് ഇറഗുലർ ആവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ എനിക്ക് നോർമൽ തന്നെയായിരുന്നു, അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വെള്ളം കൂടി ഭക്ഷണം കഴിക്കാണ്ടായി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒരു 52 കിലോയിലേക്ക് എത്തിയതാ ഈ ട്യൂമറിൻ്റെ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 45, 46, 47 കിലോയിലേക്കൊക്കെ താന്നു പെട്ടെന്ന്. അപ്പോൾ ആ വെയിറ്റ് ഈ സർജറി ചെയ്തിട്ട് അതിന് ശേഷം ചെയ്ത മരുന്നുകളുടെ ആണോ എന്തിൻ്റെ ആണെന്ന് അറിയില്ല, മുടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇത്ര മുടി വീതം കയ്യിൽ വരും. ഇന്നാളാണ് ഞാൻ ആ മുടിയൊക്കെ എടുത്ത് കളഞ്ഞത്. കാരണം കുറേ മുടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കളയാൻ പറ്റില്ല, അത്ര കട്ടയായിട്ട മുടി. അപ്പോൾ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തിയിട്ട് കുഴിച്ചിടുക ചെയ്യുക. പിന്നെ വിചാരിച്ചു അതുകൊണ്ട് വല്ല മുടിവാറൊക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം മുടി കെട്ടാൻ വരെ ഇല്ല, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ മുടി കെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഒരു നമ്മൾ മറ്റേ മുടിവാറുണ്ടായിരുന്നില്ല പണ്ട് അമ്മാവന്മാരൊക്കെ വെച്ച് കെട്ടണത്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് പിന്നെ ഞാൻ ഒരു കവറിലിട്ടു. പിന്നെ വരണ മുടി കവറിലിട്ട് വെച്ചിട്ട് തന്നെ കുറേ മുടി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മുടിയൊക്കെ പോയി, ഇല്ലാണ്ടായത്. ഇനി വരില്ല.
ഇത്രയ്ക്കും കൂടി ഉണ്ടായിരുന്നു ഉള്ള്. ഭയങ്കര മുടി ഉണ്ടായിരുന്നില്ല അന്നും. എനിക്ക് ഉള്ളു കുറവ് തന്നെയായിരുന്നു, കനം കുറഞ്ഞ മുടിയായിരുന്നു. പക്ഷേ ഇതിലും ഭേദമായിരുന്നു. അതായത് 2 സൈഡ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി കെട്ടി പോവില്ലേ, അപ്പോൾ ഒരു സൈഡിൽ മെടയുമ്പോൾ അപ്പം ഇത്ര മുടി ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. ഇത്രയല്ല, ഇതിലും കൂടുതൽ മുടി ഒരു സൈഡിൽ ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ. ഇപ്പം ഇങ്ങനെയായി. സാരല്ലേ, മുടി പോയാലും ജീവൻ തിരിച്ചു കിട്ടി. വേറെ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടില്ലേ, നല്ല കുഴപ്പമുണ്ട് എനിക്ക്. അങ്ങനെ ഒരു കുഴപ്പമില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമുക്കും വരാമല്ലോ. നമ്മൾ പലർക്കും ഓരോ അസുഖങ്ങൾ കേൾക്കണില്ലേ, നമുക്കും വരാമല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയൊന്നുമല്ല, നമുക്കും അസുഖങ്ങളൊക്കെ വരാം. പക്ഷേ പേടിക്കരുത്. ശരീരത്തിന് അസുഖം വന്നാലും മനസ്സിനെ അത് ബാധിക്കരുത്. നമ്മൾ മൈൻഡ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛൻ അങ്ങനെയായിരുന്നു, ഭയങ്കര മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അച്ഛന് ഒരു സൈഡ് തളർന്നു. അച്ഛൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് അച്ഛൻ്റെ തളർന്നിട്ട് നമ്മൾ ഇവിടേക്കാണ് കൊണ്ടുപോയത്. കോപ്പറേറ്റീവിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 6 മാസമെങ്കിലും പിടിക്കും അച്ഛനെ എണീറ്റ് നടക്കാമെന്ന് കേട്ടോ. അച്ഛൻ ഒരാഴ്ചയായപ്പോഴേക്കും എണീറ്റ് നടന്നു, ആശുപത്രിയിൽ തന്നെ വെച്ചിട്ട്. 6 മാസം വിട്ട് 6 ദിവസം വേണ്ടി വന്നില്ല. അച്ഛൻ അത്രയും വിൽ പവറായിരുന്നു അച്ഛൻ. പിന്നെ ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയണത് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഞാനതിനെ കുറിച്ച് വിശദമായിട്ടൊന്നും അങ്ങനെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല. ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കുറെ നാൾ വേണമെങ്കിൽ തല ഇടയ്ക്ക് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ സ്കാൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കുറച്ച് നാളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യലൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് 2017 ജിത്തിന്റെ കല്യാണം. ജിത്തിന്റെ കല്യാണത്തിന്റെ സമയത്താണ് എനിക്ക് ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫീല്. ഈ സാധനം ടെസ്റ്റ് ചെയ്തിട്ട് 1-2 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് വീണ്ടും ഇത് വളരുന്നുണ്ടോ എന്നൊരു പേടി ഉള്ളിൽ. വെറുതെ ഇത് വലുതാവുണ്ടാവും എന്ന് എനിക്ക് അങ്ങനെ തോന്നാം. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പേടിയാവുക, എന്താ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇതൊന്ന് പ്രൊലാക്റ്റിലൊന്ന് ടെസ്റ്റ് ചെയ്യരുത്. അങ്ങനെ പേടിയാവണം ചേട്ടൻ്റെ അടുത്ത് കുറച്ച് വട്ടമായി ഞാൻ പറയണു. അപ്പോൾ ചേട്ടൻ എന്നോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണേ, ഒന്നുമില്ല ഗംഗയ്ക്ക്, ഒന്നുമില്ല ഗംഗയ്ക്ക്. അത് ഓർമ്മയുണ്ടോ? ചേട്ടന് കോമഡിയാ അതൊക്കെ. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോർമലാ. അപ്പോൾ പ്രൊലാക്റ്റിനാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ എല്ലായ്പ്പോഴും പ്രൊലാക്റ്റിൻ തന്നെ ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെ അതാണ് ട്യൂമർ സ്റ്റോറി. എൻ്റെ ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ പറയാൻ മാത്രം ഒരു വീഡിയോ ഒക്കെ മാത്രമുള്ളതൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. എന്താണാവോ എനിക്കിത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അല്ലേ, നമുക്കത് ആകാംക്ഷ ഉണ്ടാവും. ഇതാർക്കും വരാം, എനിക്കും വരാം. അപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ സരിതയുടെ സമീപനം എങ്ങനെയായിരിക്കും നമുക്ക് കാണാം. അപ്പൊ നിർത്താം. അല്ല, അന്ന് ആ സമയത്ത് എന്തിട്ടാ ചേട്ടന്റെ തലയിൽ ഈ സിനിമാരെ ഇത് മാത്രമല്ലോ. പിന്നെ ടെൻഷനും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സക്ക് കാശൊക്കെ വേണ്ടി വരില്ലേ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു പേടി ചേട്ടന്. പിന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഓടിപ്പിക്കുന്ന ഒരു ചേട്ടനുണ്ട്, ബെന്നിയേട്ടൻ. പിന്നെ ആ ബെന്നിയേട്ടനെ കുറെ നാള് ഓട്ടോറിക്ഷ കൊണ്ട് കാണാണ്ടായി. പിന്നെ ഒരു ദിവസം വന്നപ്പോൾ ആളുടെ ഒരു കണ്ണത് ഇങ്ങനെ ഈ കൃഷ്ണമണി അങ്ങനെ ഇങ്ങോട്ട് തുറച്ചു. ചുണ്ടിലെത്തി, ചുണ്ട് ഇത്ര വീർത്തു. അപ്പോഴാണ് ആൾക്ക് ഇതായിരുന്നു അറിഞ്ഞ. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പക്ഷെ ആളുടെ ശരിയായില്ല, അത് കണ്ണിങ്ങനെ തുറച്ചിട്ട് തന്നെ ഇരിക്കണേ. അപ്പോഴാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്, അയ്യോ ഇത് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൻറ്റി, ബോംബെയിലെ ആൻറ്റിയുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു 60-65 അങ്ങോട്ട് വയസ്സായിട്ടുള്ളൊരു വേറൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൾക്ക് ഇത് തന്നെയായിരുന്നു, മരിച്ചു. സർജറി ചെയ്തു പക്ഷെ മരിച്ചു. അപ്പോൾ ആൻറ്റിയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് പേടിക്കൊന്നും വേണ്ട കേട്ടോ ആരും. ഇത് ഇഷ്ടം പോലെ, ഇത് ഒരു 99.9% സക്സസ് ആണ് ഇതിൻ്റെ സർജറിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് വിധിച്ചതെന്ന് വെച്ചെങ്കിൽ അതുപോലെ വരും. അപ്പം എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഈശ്വരൻ്റെ വിധിയായിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും പയറ് പോലെ നടക്കുന്നു. അഹങ്കാരം, തലക്കനം, ജാടയൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ഇവൾക്ക് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവൾക്ക് എന്നിട്ടും ഇവളുടെ അഹങ്കാരത്തിന് കുറവില്ലല്ലോ. അഹങ്കാരമല്ല, നമുക്കൊരു ധൈര്യം വരില്ലേ, നമുക്കൊരു ധൈര്യം വരും. ഒരു പ്രതിസന്ധി വരുമ്പോൾ വേറെ താങ്ങാൻ കൈകളുള്ളവരെ തളരുള്ളൂ എന്ന് പറയില്ല. താങ്ങാൻ ആരുമില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ധൈര്യം വരില്ലേ. പിന്നെ
ഞാൻ തളർന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയും വയ്യാണ്ടാവും. അപ്പോൾ അവരും ഞാൻ തന്നെ കൊണ്ടുപോകണം ആശുപത്രിയിലേക്ക്. ആ സമയത്ത് തുന്തുരുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, തുന്തുരു ദുബായിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടായാലും ഇങ്ങോട്ട് തന്നെ ഫോൺ വിളിക്കാൻ ഞാൻ തന്നെയാണ് അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും ഒക്കെ ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ പരമാവധി അവരെ അറിയിച്ചില്ല. ആ സർജറിയുടെ കുറച്ച് നാൾ മുന്നാണ് അച്ഛനോട് അമ്മോട് ഞാൻ പറഞ്ഞത് തന്നെ, തലയിൽ ഞാനൊരു കാര്യം പറയാം, ടെൻഷൻ ആവരുത്, ഒരു പ്രശ്നമില്ലാത്ത കാര്യം, നിസ്സാരമായൊരു സാധനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛനോട് അമ്മോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു തലയിൽ എനിക്കിതുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ. അപ്പം തന്നെ അവർ ഒരു കേട്ടപ്പോൾ തന്നെ പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അച്ഛനമ്മയും പറഞ്ഞു, നിന്നെ ആ സർജറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ വരെ ഞങ്ങൾ എങ്ങനെയോ പിടിച്ചു നിന്നു, കയറ്റിക്കഴിഞ്ഞ് അപ്പം തന്നെ ഒരു ഒറ്റ പൊട്ടലാന്ന്. ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛന്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. തുന്തുരുവിൻ്റെ അടുത്ത് ഓപ്പറേഷൻ്റെ തലേൻ്റെ തലേദിവസം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പോണ സമയത്താണ് ഞാൻ അവനെ ഫോൺ വിളിച്ച് പറഞ്ഞു, തുന്തുരു ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടാ, ഞാൻ പറയാൻ പോണത് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ ആവേണ്ട, സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് പറയണത്, തലയിൽ ട്യൂമറുണ്ട്, ഓപ്പറേഷനാണ് നാളെ ആണ് അവനോട് പറയണത്, നീ പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് വേണ്ടിയിട്ട് കേട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മായിമാർക്കതിലൊക്കെ 2 ദിവസം മുന്നൊക്കെ എല്ലാവരും വിളിച്ചുള്ളൂ ഞാൻ. അങ്ങനെ നിർത്താം. അപ്പോൾ ഇതാണ് ഇപ്പം നമുക്ക് നിർത്താം. ഇരുട്ടായി തുടങ്ങി. അടുത്ത വീഡിയോ ആയിട്ട് കാണാറ്. നന്ദി, നമസ്കാരം.